ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അടിക്കാൻ പോണ സാധനം എന്നറിയോ? ഇന്ന് ഇന്ത്യനും അല്ല, യൂറോപ്പിനും അല്ല, സ്കോച്ചും അല്ല, ഒരു സാധനമല്ല. ഇന്ന് തായ്വാൻ സാധനമാണ്. പേരെന്തെന്നറിയോ? കാവാലൻ. ഞാൻ ഈ സാധനം ആദ്യമായിട്ട് അടിക്കട്ടെ. ചില ഈ തായ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെന്തോ ഭയങ്കര സെറ്റപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത് അവർ. ഗ്ലാസിൻ്റെ ഉള്ളൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു പ്രീമിയം സാധനമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതൊന്ന് അടിച്ചു നോക്കണം. ഈ കാവാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, നമുക്ക് തമിഴിലൊരു സിനിമയുണ്ട് ഈ സംഭവം. ഇത് പറയണത് പണ്ടത്തെ ഒരു ഡൈനസ്റ്റി ഉണ്ടായിരുന്നു 1809. അപ്പോൾ ഒരു നാടിൻ്റെ കാക്കുന്ന ആ നാടിൻ്റെ പേരൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നമുക്ക് ഈ സാധനം ഒന്ന് അടിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം അടിക്കണത്. കഴിച്ചിട്ടില്ല സാധനം. നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിത് ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യണതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങിക്കുകയല്ലേ, നോക്ക് പോലും ഇല്ല ചിലപ്പോൾ. പക്ഷേ ഇതിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യണ കാരണം എന്താ പറയുക, ഇതൊന്ന് അടിച്ചു നോക്കാനൊരു ആഗ്രഹം. ഓക്കെ, എനിവേയ്സ് അത് അവിടെ ഇരിക്കട്ടെ. ഇതേ കുപ്പി ഷെറി കാസ്ക് ഫിനിഷ് ആണ്. കോൺസേർട്ട് മാസ്റ്റർ എന്നാണ് ഇരിക്കുന്നത്. 40% ആൽക്കഹോള്. അപ്പോൾ ഒരു കുപ്പിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കളറൊന്നും കാണാൻ പറ്റുന്നില്ല, കാരണം ഒരു വയലറ്റ് കളർ കുപ്പിയാണ്. എന്തായാലും നമുക്ക് ഈ സാധനം ഒന്ന് അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. സംഭവം സിംഗിൾ മാൾട്ടാണ്. ഓക്കെ ഓക്കെ സംഭവം സാധനം പൊട്ടിച്ചു. മണത്ത് നോക്കാം സാധനം. മണം സിംഗിൾ മാൾട്ടിൻ്റെയും അതുപോലെ വൈനിൻ്റെയും ഒരു മണമുണ്ട്. സിംഗിൾ മാൾട്ടിൻ്റെയും വൈനിൻ്റെയും ഒരു മണമുണ്ട്. എനിക്ക് തോന്നുന്നത് ഫ്രൂട്ടിൻ്റെയും വനിലയുടെയും സ്മെല്ല് നന്നായിട്ടുണ്ട്. ഫ്രൂട്ടിൻ്റെ ഉണ്ട്, വനിലയുടെ സ്മെല്ലും എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സംഭവം നോക്കിയിട്ട് സിംഗിൾ മാൾട്ട് വിസ്കി, മോൾട്ടഡ് ബാർലി, പ്രൊഡക്റ്റ് ഓഫ് തായ്വാൻ. ഓക്കെ, എന്തായാലും കുറച്ചൊന്നും എടുത്ത് കഴിച്ച് നോക്കാം. സംഭവം മണം കണ്ടിട്ട് നല്ല രസമുണ്ട്. മണം സ്വല്പം എടുത്ത് അടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. മണം നല്ല രസമുണ്ട് കേട്ടോ. ഫ്രൂട്ടിൻ്റെയൊക്കെ മണം. ഞാൻ പറഞ്ഞില്ലേ, വൈൻ്റെ ആ സ്മെല്ല്. എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. സിട്രസിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ റൈസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു മധുരവും പുളിയും കൂടിയിട്ടുള്ളൊരു സംഭവമില്ലേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. സംഭവം ടേസ്റ്റിന് കേട്ടോ, വിചാരിച്ച പോലെ അല്ല. ഞാൻ ഇതിൽ കുറച്ചൊന്ന് ഡയലൂട്ട് ചെയ്ത് അടിച്ച് നോക്കട്ടെ. കുറച്ച് വെള്ളം. പക്ഷെ ഇത് നീറ്റ് അടിക്കട്ടാ. ശരിക്ക് നീറ്റാണ് അടിക്കേണ്ടത്. വേണമെങ്കിൽ കുറച്ച് പ്രോൺസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് എടുക്കാം. പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ ഫേവറേറ്റ് ബീൻസ് ഉപ്പേരി. അതിനോട് ഒരു ഐസ് വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒരു 30 വെച്ചിട്ടേ. ഓക്കെ, നിങ്ങളുണ്ടെന്ന് ഞാൻ മെല്ലെ അടിച്ച് നോക്കാം. സംഭവം ഓൺ ദ റോക്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്വല്പം അതവിടെ ഒന്ന് അലിയാനൊരു സമയം കൊടുക്കണം. അപ്പോഴാണ് ഒരു ഇച്ചിരി വെള്ളമായിട്ട് ഇച്ചിരി ഡയലൂട്ട് ആവുള്ളൂ. അങ്ങനെ ഇച്ചിരി ഡയലൂട്ടായിട്ട് ഈ സാധനം ഉണ്ട് അടിച്ച് തീരുമ്പോൾ, ഈ ഗ്ലാസ്സിലത്തെ സാധനം അടിച്ച് തീരുമ്പോൾ ഈ ഐസ് അലിയണം എന്നാണ് കണക്ക്. അത്ര മെല്ലെ കഴിക്കാൻ പാടുള്ളൂ. ഒറ്റ വില വെച്ചിട്ട് ഐസ് കളഞ്ഞിട്ട് പരിപാടിയല്ല ഇവിടെ. നമ്മൾ മെല്ലെ. കുറേ ആൾക്കാരെന്നെ ചീത്തയൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ അടിച്ചിട്ട് എന്താ കാശ് എന്തിനാ കളയുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ മൂഡ് പറഞ്ഞാൽ മനസ്സിലല്ല. കുടിച്ച് വഴി കിടക്കണതിൻ്റെ മൂഡ് ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്തും നമുക്കൊരു കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു.
അയ്യോ, എല്ലാവർക്കും ശല്യം. എന്തിനാണ് നമ്മൾ പൊതുവായിട്ടൊരു ശല്യമാണ്? നമ്മൾക്ക് അടിച്ച് നമ്മളങ്ങടെ എൻജോയ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു രീതി. ഇഷ്ടപ്പെടാത്തവർ കുപ്പി ഫുള്ളടിച്ചോ, ഒരു പ്രശ്നമില്ല. ആർക്കാ പ്രശ്നം? നമ്മൾ പക്ഷേ ഞാൻ എല്ലാത്തിലും കൂടും. കുപ്പി ഫുള്ളടിക്കുന്നവരോടും കൂടും, അല്ലാത്തവരോടും കൂടും. ഞാൻ എൻ്റെ രീതിയാണ് ഈ പറയണത്. എനിക്കിതായത് ഇങ്ങനെ അടിച്ച് പിള്ളേരൊക്കെ വലുതായിട്ട് അവരുടെ പിള്ളേരിനെയൊക്കെ കണ്ട് എന്താ പറയുക, അവരെയൊക്കെ നോക്കി ജീവിക്കണമെന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനങ്ങനെ. ഓക്കെ, എനിവേസ് എന്തെങ്കിലും ആട്ടെ, ആ കേസ് വിടും. അപ്പോൾ ഈ സാധനം ഓൺ ദ റോക്സിൽ ഒരു സ്വല്പം ഒന്ന് സിപ്പ് ചെയ്ത് നോക്കാം. വെള്ളം കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ. ആ ഫ്രൂട്ടി ഫ്ലേവറും ആ ഷെറി കാസ്കിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഓൺ ദ റോക്സ് അടിക്കാനാണ് സൂപ്പർ. ഓൺ ദ റോക്സാണ് ഇത് അടിക്കാൻ പാടും. നല്ല രസമുണ്ട്. അതായത് മുന്തിരി ജ്യൂസ് കുടിക്കണ പോലെ, നമ്മൾ കോണിയാക്ക് ബ്രാൻഡിയൊക്കെ ഇല്ലേ, കോണിയൊക്കെ ബ്രാൻഡിയൊക്കെ കഴിക്കണ പോലുള്ളൊരു ടേസ്റ്റാണ്. ഇവൻ സിംഗിൾ മാൾട്ട് വിസ്കി ആണെങ്കിലും ഇതിനുള്ളത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞങ്ങൾ പണ്ട് അടിക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നാട്ടിൽ. അവൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്നാണ്. അവൻ കോൾമത്ത് കടയും കാര്യങ്ങളൊക്കെയാണ്. ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ നിന്നൊക്കെ ഉണ്ട്. ഞങ്ങളിടയ്ക്കൊക്കെ ചെറുത് അടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടാ നീ ഇപ്പോൾ വലിയ സാധനങ്ങളൊക്കെ അടിക്കുമ്പോൾ നീ എൻ്റെ പേരൊന്നും എന്താ നീ വീഡിയോയിലൊന്നും പറയാത്തത്, നമ്മൾ ഒരുമിച്ചിരുന്ന് അടിച്ചവരല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പ, നിനക്കും കൂടിയാണ് ഈ ഒരു ചിയേഴ്സേ. അതിപ്പോൾ അവനെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, വേറെ കഴിക്കാത്ത നമ്മുടെ ഒരു ബിനോയ് ഉണ്ട്, പോലീസിലാണ്. അവനൊക്കെ ഗ്രൂപ്പിൽ പറയും, ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാന്നേ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സിംസ നിൻ്റെയൊക്കെ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യണതാണ്, പക്ഷെ നിനക്കൊന്നും ഒരു മൈൻഡില്ല, നീയൊക്കെ വളർന്ന് വലുതായി എന്നൊക്കെയാണ് പറയണം. നമ്മളങ്ങനെയൊന്നും ഇല്ല. നമ്മൾ പണ്ടടിക്കുന്ന അതേ അടി തന്നെയാണ്, പക്ഷേ അടിയൊക്കെ കുറച്ച് ഡീസൻ്റായി ഒരു സ്വല്പം. ഇതിങ്ങനെ ചെറുതൊക്കെ അടിച്ച് മൂടായിരിക്കുക എന്നുള്ള ഇതായി. എനിവേയ്സ്, എന്തായാലും ഞാനിന്ന് രാത്രി ഉണ്ടല്ലോ ഈ സാധനമൊക്കെ അടിച്ച്, ഇനി അടിയില്ല, ഇത്ര അടിയുള്ളൂ. ഇത് നല്ല മൂടാട്ടോ സാധനം. 40% ആൽക്കഹോൾ ഉള്ളെങ്കിലും രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇത് മുഴുവൻ തീർത്ത് ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ. ബൈ ബൈ.